കുഴപ്പമില്ല, മൊത്തം ആക്ഷനാ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, വേറെ സ്റ്റോറി ഒന്നുമില്ല. പിന്നെ കുറച്ച് എമോഷണൽ സീൻസ് അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ആക്ഷൻ പുള്ളിയുടെ അതേ സെയിം പാറ്റേൺ തന്നെയാണ്. അടി അടി, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി സെക്കൻഡ് ഹാഫിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. ഫൈറ്റ് തന്നെയാണ്, പഴയതുപോലെ എല്ലാം ഉള്ളത് തന്നെ പുള്ളിയുടെ സിനിമയിലുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ഷാജി കൈലാസിൻ്റെ ഒരു പടമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോഴൊരു ഇങ്ങനെ വലിച്ചഴിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പിന്നെ ഫൈറ്റുകളൊക്കെ ജോജു നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പ്രതികാരം തുടക്കം തന്നെ കാണിക്കുന്നത് അടി, ഒരു പാട്ട്, വീണ്ടും ഒരു അടി, വീണ്ടും ഒരു പാട്ട്, ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നത് ജോജു കൊള്ളാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി കൈലാസിൻ്റെ ഒരു പടം നമ്മൾ കണ്ട പടത്തിന് നമുക്ക് ഒരു 7 അയിലത്തുലിതൊക്കെയായിട്ടും വന്നിട്ടില്ല. ഞാനത് പ്രതീക്ഷ ഷാജി കൈലാസിൻ്റെ പടമാണല്ലോ, ജോജുവും കൂടെ ആകുമ്പോഴേക്കും ഒക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് പടം കാണാൻ വന്നത്. പക്ഷെ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. പകുതി ഇപ്പോൾ ഇൻ്റർവെൽ ആവുന്നവരെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹൈപ്പിലോട്ട് പോകാനെ കൊണ്ടൊന്നും ഇപ്പോഴും ഒരു പഴയ ഒരു സിംഹാസന ടൈപ്പിലൂടെ എടുത്ത് അത്ര വലിയ ഹൈപ്പൊന്നും അതിനകത്ത് നോക്കാനില്ല. ഷാജി കൈലാസിൻ്റെ പടത്തിൽ നമ്മളിങ്ങനെ അല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അവൻ്റെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം വന്ന പടമാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് തോന്നാനാണ്. അപ്പം ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊക്കെ വളരെ കുറച്ച് രംഗത്തിൽ ഇപ്പോഴേ പകുതിയായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ അർജുന ഡിപ്പെൻഡ് ചെയ്താണ് ഈ പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണെന്നുള്ളതും. പക്ഷേ കുറേ കാലത്തിന് ശേഷം നമ്മുടെ പഴയ നടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പേര് ഞാൻ പറഞ്ഞത് സുകന്യ. അവരുടെ ഒരു അഭിനയം വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതാണ് ഇപ്പം നമ്മളെ ഇതിലേക്ക് വന്നത്. ഇൻ്റർവെല്ലിന് ശേഷം തൂക്കിയടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ തലയ്ക്ക് അടിയും ബഹളങ്ങൾ അത് കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ അതങ്ങോട്ട് ഏറ്റിട്ടില്ല. പിന്നെ നമ്മുടെ വില്ലൻ റോളിലെടുത്തിരിക്കും മുരളി ഗോപി കുറച്ച് രംഗങ്ങൾ വന്ന് വില്ലനായിട്ട് ടോപ്പായിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതൊക്കെ അഭിനേതങ്ങളെല്ലാം ഓക്കെയാണ്. പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഷാജി കൈലാസിൻ്റെ പടമല്ല എന്ന് തന്നെ പറയാം. എന്താണ് ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. നമ്മളെയൊക്കെ ഒരു കൊച്ചിലെ കണ്ടുപിടുന്നു വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ ഒരു പടം ഹിറ്റാണ്. പക്ഷെ അത്രയ്ക്ക് എത്തിയിട്ടില്ല 100%.